പാർട്ടി നേതൃത്വത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ CPM കൈയാളുന്ന വകുപ്പുകൾക്കെതിരെയും ഒക്കെ നിരന്തരമായി എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പ്രതിനിധികൾ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ കാര്യമാണല്ലോ. അപ്പോൾ ഈ മേയർക്കെതിരെ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അത് ഇത്തവണ മാത്രമല്ല, ഇതിനു മുൻപ് നടന്ന സമ്മേളനങ്ങളും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. കാരണം ഏറെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന മേയറാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത്. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, തുടർച്ചയായി പരാജയപ്പെടുന്നു, അത് മാത്രമല്ല മേയറുടെ ഏകാധിപത്യ ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പോലും പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉയരുന്ന സാഹചര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേ സമയത്ത് ഈ CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്ന കാലത്ത് തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെമ്പാടും പ്രതിപക്ഷ പാർട്ടികൾ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു, പ്രതിഷേധ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നതാണ്. മേയർ എന്ത് ചെയ്യുന്നു, മന്ത്രി എന്ത് ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മന്ത്രിയുമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യങ്ങൾ ഇങ്ങനെ അവർ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ ഉന്നയിക്കാനിരുന്ന പ്രതിനിധികൾക്ക് ആക്കം കൂടുകയേ ചെയ്തിട്ടുള്ളൂ. അവരതെല്ലാം കൂടി ചേർത്ത് വെച്ചുള്ള ആ വിമർശനങ്ങൾ തന്നെ, വിമർശനങ്ങളിൽ പലതിലും കഴമ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് തിരുവനന്തപുരം നിവാസികൾക്കും കൃത്യമായി അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി CPMന്റെ കയ്യിൽ ഉണ്ടോ എന്നുള്ള കാര്യം വളരെ തുടർച്ചയായ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഈ നേതൃത്വം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുന്നു എന്നത് ഒരുപക്ഷെ വാർത്തയാകുന്നില്ല എന്നത് വാസ്തവമാണ്. പിന്നീട് പാർട്ടി സംവിധാനങ്ങളുടെ പ്രശ്നമാണ് അനു. കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടും ഈ വിഷയങ്ങൾ പലതും, രൂക്ഷമായ വാഗ്വാദങ്ങളിലേക്ക് പോകും, ഇത് ഉയർത്തും, അതൊക്കെ മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടും. പക്ഷേ അത് ഔദ്യോഗികമായി വരില്ല. അത് ആ പാർട്ടി സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഏതായാലും ടിൻഡു ദാസ് ചെയ്തിട്ടുള്ള വിവരങ്ങളുമായി. ടിൻഡു, ഈ മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടുപോയതാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. ഒപ്പം ഇപ്പോൾ അനു ചൂണ്ടിക്കാണിച്ചതുപോലെ മേയർ എന്ത് ചെയ്യുന്നു, മന്ത്രി എന്ത് ചെയ്യുന്നു തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ കൂടുതൽ പ്രതികൂലമായതേ ഉള്ളൂ എന്ന് പറയുന്ന വിഷയങ്ങൾ ഈ ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങി ഇങ്ങോട്ട് ചെയ്യപ്പെട്ടതുമാണ്. എന്തായാലും ഇന്ന് ഈ സമാപന സമ്മേളനത്തിൽ ആകെ തുകയായി എന്ത് പ്രതീക്ഷിക്കാം? വീണ, 3 ദിവസം നീണ്ടു നിന്ന ജില്ലാ സമ്മേളനങ്ങൾക്കാണ് ഇന്ന് ഒരു പക്ഷേ ഇന്നാണ് അതിന്റെ സമാപനം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 3 ദിവസമായി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും വിഭാഗീയതയ്ക്കിടയിലൂടെയാണ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം കടന്നുപോയത്. ഇന്നലെയും കഴിഞ്ഞ ദിവസവുമായി പ്രതിനിധി സമ്മേളനത്തിൽ വന്ന വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കോ ഒക്കെ ഇന്നലെ ജില്ലാ സെക്രട്ടറി മറുപടി പ്രസംഗത്തിൽ മറുപടി പറഞ്ഞിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മധു മുല്ലശ്ശേരിയുടെ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും, അതോടൊപ്പം തന്നെ ഈ നഗരസഭയുടെയും അതോടൊപ്പം തന്നെ പല വകുപ്പുകളുടെയും സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഒക്കെ പോരായ്മകളും പരാജയങ്ങളുമാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. ഇതിനൊക്കെ മറുപടിയായിട്ടും അതിരൂക്ഷമായിട്ട് തന്നെ ഈ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയി മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വി സൂചിപ്പിച്ചതുപോലെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ പാർട്ടി സമ്മേളനം അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികൾ പറഞ്ഞത് പുറത്തു വന്നതെങ്കിലും അതിരൂക്ഷമായിട്ട് തന്നെ സർക്കാരിനും പാർട്ടി നേതാക്കൾക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ CPMനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിൽ വന്ന പോരായ്മകളാണ്. ആഭ്യന്തര വകുപ്പിൽ വന്ന പോരായ്മകൾ അല്ലെങ്കിൽ വീഴ്ചകൾ അത് വലിയ രീതിയിൽ തന്നെ ഈ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ആ വീഴ്ചകളാണ് പല രീതിയിലുള്ള വിവാദങ്ങൾക്കും സർക്കാർ സുതാര്യമല്ല എന്ന ഒരു നേർക്കാഴ്ചയിലേക്ക് പോയത് എന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെയാണ് ഈ മധു മുല്ലശ്ശേരിയുടെ കൊഴിഞ്ഞുപോക്ക്. മധു മുല്ലശ്ശേരി വെറുതെ ഒരു സുപ്രഭാതത്തിൽ മംഗലാപുരം ഏരിയ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരുന്നതല്ല. അദ്ദേഹത്തെ പാർട്ടി നേതാക്കളാണ് ആ കസേരയിൽ അല്ലെങ്കിൽ നേതൃത്വമാണ് ആ കസേരയിലേക്ക് എത്തിച്ചത്. അങ്ങനെയെങ്കിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേതൃത്വവുമായി സംസാരിച്ച് മുന്നോട്ട് പോകണമായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും മധു മുല്ലശ്ശേരിയുടെ BJPയിലേക്കുള്ള ചേരിമാറ്റത്തിനും കൂടുതൽ കാരണമായി എന്നും ചൂണ്ടിക്കാട്ടി. പിന്നീട് വന്നത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചയാണ്. കോർപ്പറേഷൻ ഭരണത്തിലുണ്ടായ വീഴ്ചകൾ അത് ഏറ്റവും ചൂണ്ടിക്കാട്ടിയത് മേയർക്കെതിരെയാണ്. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലാ പാർട്ടി നേതൃത്വത്തിൽ മേയർക്കെതിരെ തന്നെ ഒരു പട ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയും മേയറുടെ ഭരണം പോരായ്മയാണ്. അതോടൊപ്പം തന്നെ മേയർ എടുക്കുന്ന തീരുമാനങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തകരോട് പോലും ശരിയായ രീതിയിൽ ഇടപെടുന്നില്ല. അല്ലെങ്കിൽ സാധാരണ പാർട്ടി പ്രവർത്തകരെ കണ്ടാൽ പോലും മേയറുടെ ഭാഗത്തുണ്ടാകുന്നത് നിരുത്തരവാദിത്തപരമായിട്ട് നിലപാടുകൾ. നമുക്കറിയാം,
നിലപാട് നമുക്കറിയാം. 2 തവണയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ തന്നെ ഈ താൽക്കാലിക ജീവനക്കാർ, അതായത് CITU യൂണിയനിൽപ്പെട്ട ശുചീകരണ തൊഴിലാളികൾ മേയർക്കെതിരെയും അതോടൊപ്പം തന്നെ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഗായത്രി ബാബുവിനെതിരെയൊക്കെ സംസാരിക്കുകയും സമരം ചെയ്യുകയും ആത്മഹത്യ ചെയ്യാനൊക്കെ ഒരുങ്ങി. ഈ സംഭവങ്ങളൊക്കെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായിരുന്നു. പിന്നീട് വരുന്നത് ഈ പാളയം ഏരിയ കമ്മിറ്റിയിലെ സമാപന ചടങ്ങിൽ സ്റ്റേജ് കെട്ടിയ വിവാദം. അത് ഏതാണ്ട് നമുക്കറിയാം ഹൈക്കോടതി വരെ പോയി. അത് വലിയ രീതിയിലുള്ള വിവാദവും വാർത്തയൊക്കെ ആയതാണ്. ആ സംഭവത്തിൽ ഈ പ്രതിനിധികൾ പറഞ്ഞ മറുപടിയായിട്ട് ജില്ലാ സെക്രട്ടറി V. ജോയി ആയിരുന്നു സംസാരിച്ചത്. ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടി മറച്ചത് അല്ലെങ്കിൽ റോഡിൽ സ്റ്റേജ് കെട്ടിയത് അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കി. യാതൊരു തരത്തിലും ന്യായീകരിക്കാനൊക്കെ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. നമുക്കറിയാം അന്ന് പാളയം ഏരിയ സമ്മേളനം അവസാനിക്കുന്ന ദിവസം ഈ സ്റ്റേജ് കെട്ടിയ ദിവസം അന്ന് സംസ്ഥാന സെക്രട്ടറി അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അതോടൊപ്പം ജില്ലയിലെ മന്ത്രിമാർ ഒക്കെ ജില്ലയിലെ MLA-മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള വിമർശനം V. ജോയി ഉന്നയിച്ചിരുന്നാൽ, പക്ഷേ ഇന്നലെ ഈ പാളയം ഏരിയ കമ്മിറ്റി സമാപന വേളയിൽ സ്റ്റേജ് കെട്ടിയ വിവാദം ഉയർത്തിക്കാട്ടിയത് പ്രതിനിധികൾ മുന്നോട്ട് വെച്ച വിമർശനങ്ങൾക്ക് മറുപടി പറയാനില്ലായിരുന്നു. അല്ലെങ്കിൽ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഈ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കയ്യിലൊരു മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു വിഷയം എടുത്തിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഈ ജില്ലാ സമ്മേളന വേദിയിൽ ഉയർന്നിരുന്നു. നമുക്കറിയാം അടുത്ത ഈ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് കോവളത്ത് വെച്ച് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ വിമർശനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ വിഭാഗീയതയ്ക്കൊക്കെ മറുപടി പരോക്ഷമായിട്ടാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കനത്ത വിഭാഗീയത നിലനിൽക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ V. ജോയിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടരാനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. അദ്ദേഹം തന്നെയാണ് ഇനി അടുത്ത ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത്. മധു മുല്ലശ്ശേരി ഇത്തരത്തിൽ പാർട്ടി വിട്ടു പോകുന്നത് തന്നെ V. ജോയിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്ന് നമുക്ക് പരോക്ഷമായിട്ടാണെങ്കിൽ അത് അറിയാൻ സാധിക്കും. നേരെയാണോ ഉയരുന്നത്? അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പാർട്ടി എല്ലാ കാലവും സ്വീകരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും.